അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽസിലാണ് വന്നേക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ വന്ന് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങി പോയെങ്കിലും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ. കാരണം മുംബൈ സന്ദർശിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനിൽ ഒന്നാണ് ഈ കാണുന്ന നമ്മുടെ മഹാരാജ ടെർമിനൽസിന്റെ മുമ്പിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. കാരണം നേരത്തെ വിക്ടോറിയ ടെർമിനലായിരുന്ന ഈ ടെർമിനൽ പിന്നീട് CST ആയി, പിന്നീട് അത് CST മാറി CSMT ആയി. ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലായി മാറിയിരിക്കുകയാണ്. നല്ലൊരു കിടിലം ലൊക്കേഷനിലാണ് നമ്മൾ. ആ ലൊക്കേഷനിൽ നിന്നിട്ട് തന്നെ നേരിട്ട് തന്നെ വീഡിയോ എടുക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ്. താങ്ക് യു. ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ 9 മണിക്ക് ഫുഡ് കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. സമയം ഒരുപാടായി, 3:30 ആയി. നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല. നല്ലൊരു ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡ് അടിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് ജീവൻ. ഇവിടെ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 3:45. നമ്മളിപ്പോൾ വന്നേക്കുന്നത് റഹ്മാനിയ എന്ന് പറയുന്ന ഒരു മലയാളി ഹോട്ടൽ, ഒരു കേരള ഹോട്ടലിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോഴാണ് 3:45. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു പാർട്ടിയോട് അന്വേഷിച്ച ആള് മലയാളിയായിരുന്നു, തൃശ്ശൂർക്കാരാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു റുമാനിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, കേരള ഫുഡ് കിട്ടുമെന്ന് പറയും. അപ്പോൾ മുംബൈയിൽ വന്നിട്ട് ഞാൻ കേരള ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു അവസരം കിട്ടിയൊക്കെയാണ് കേരള ഫുഡ് കഴിക്കാൻ. നമ്മുടെ CSMTയുടെ തൊട്ടടുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു 100 മീറ്റർ 150 മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ റുമാനിയ എന്ന് പറയുന്ന മലയാളിയുടെ ഹോട്ടൽ. അപ്പം ഞാൻ ഇവിടുന്ന് അത് കണ്ടപ്പോൾ തന്നെ അധികം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കാർത്തിയോട് പറഞ്ഞു നമുക്ക് മലയാള ഫുഡ് കഴിക്കാം. കേരളത്തിൽ നിന്ന് വന്നിട്ട് കേരള ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ കേരള ഫുഡ് മുംബൈയിൽ നിന്ന് ഞാൻ ഇന്ന് കഴിക്കാൻ പോണത്. ഞാൻ ഓർഡർ ചെയ്തങ്ങനെ വേറെ ഒന്നുമല്ല, ചിക്കൻ റോസ്റ്റും പൊറോട്ടയാണ്. പിന്നെ കാർത്തിക ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ ബിരിയാണി. ഇത്ര സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരട്ടെ. ആദ്യം ഒരു തംസപ്പ് കഴിച്ചിട്ട് ബാക്കി ഫുഡ് കഴിക്കുക. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോണ. നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട, ചിക്കൻ കറി. ചിക്കൻ കറിയൊക്കെ തേങ്ങാപ്പാലിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലാണത്. ഇവിടെയാണോ ബ്യൂട്ടി പാർലറില്? ആണോ? അതെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം നമ്മുടെ മലയാളി കണ്ട. സ്ഥലം എവിടെയാന്ന് പറഞ്ഞ? വെഞ്ഞാറമൂട്. നമ്മുടെ സൂരജ് വെഞ്ഞാറമൂടിന്റെ നാട്ടിലാണ് ചേട്ടന്റെ വീട്. പേരെന്താണ്? സുനിൽ. എൻ്റെ പേര് ജീവൻ. ഞാനൊരു സുനിലിന്റെ ഒരു വാക്സ് മ്യൂസിയത്തിൽ പോയിരുന്നു, ലോനാവാല വാക്സ് മ്യൂസിയം. സുനിൽ അവിടെ പോയിരുന്നു ഞാൻ ഇന്നലെ. അപ്പൊ സൂരജ് വെഞ്ഞാറമൂടിന്റെ നാട്ടുകാരനായിട്ടുള്ള ചേട്ടനാണ്. അദ്ദേഹം ഇവിടെ ടൂറിസ്റ്റ് ഗൈഡാണ് മുംബൈയിലെ. അപ്പം അദ്ദേഹത്തിന് ഇവിടെ വന്നു ഈ ഹോട്ടലിൽ വന്നപ്പോൾ നമ്മളെ പരിചയപ്പെട്ടു. എന്തായാലും ഞാൻ കഴിക്കുന്ന വീഡിയോ ആണ് കാർത്തിക എടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ കാർത്തികക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇതുകൂടി കഴിച്ചിട്ട് കാർത്തിക എടുക്കും. ലോലിപ്പോപ്പ് കൂടി ഒന്ന് കടിക്കാം. സൂപ്പർ. ഇതില് ലോലിപോപ്പ് പൊളിയാണ് ട്ടോ. അതിൽ മുക്കിയപ്പോഴാണ് ഒന്നുകൂടി പൊളിയായത്.
സൂപ്പർ, ഒന്നും പറയില്ല, അടിപൊളിയാ, സൂപ്പർ. അപ്പോൾ ചിക്കൻ ബിരിയാണി എടുത്ത് ഹാഫ് എടുത്ത് ഇനി സ്പൂണിലാണ് കഴിക്കുന്ന. അന്ന് കഴിയും, സ്പൂണിലാണ് കഴിക്കണം. പൊളിയാണ്. ആ കറക്റ്റ് മലയാള ബിരിയാണി അല്ലേ, മലയാള തനിമയുള്ള ബിരിയാണിയാണ്. അത്രേ ഉള്ളൂ. മലയാളി റെസ്റ്റോറൻറ്റിലെ ഹോട്ടലിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടല്ല മലയാളി ഹോട്ടൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതുകൊണ്ടല്ലേ മലയാളി ഹോട്ടൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ബാക്കി എല്ലാ ഫുഡും ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നത്. കാർത്തികനെ കൊണ്ട് മലയാളി ഫുഡ് കഴിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ നടത്തി. ഓക്കെ, അങ്ങ് ബോംബെ കയറി വരണ്ടേ, ബോംബെന്ന് അങ്ങ് ചെറായിൽ വരണ്ടേ? അപ്പൊ അതിന് ചെറായിൽ വരണ്ടല്ലോ മലയാള ഫുഡ് കഴിക്കാനായിട്ട്. ഈ ആള് ബോംബെയിലുള്ള ഒരാള് മലയാള ഫുഡ് കഴിക്കാൻ ഇനി ചെറായിൽ വരണ്ടല്ലോ. എന്താ വിക്കോ? മലയാളികളല്ലേ? പുതിയത് വന്നാണോ അല്ലേ? 800 രൂപ അങ്ങനെയൊക്കെ സംഭവം. അത് പുതിയത് കോയിനായിട്ട് വന്നിട്ടുണ്ട്. ആയിരം രൂപയുടെ കോയിനൊക്കെ ഇറങ്ങിയതായിട്ട് നമ്മളൊക്കെ അറിഞ്ഞു, പക്ഷെ കണ്ടില്ല. എന്നിട്ട് ബാക്കി വീട് ഓ അല്ല, ഇതെന്താ നമ്മുടെ വിപണിയിലൊക്കെ എത്താത്തത്? നമ്മളിത് പത്രവാർത്തകളിലും പിന്നെ നമ്മുടെ ടെലിവിഷനിലൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വാർത്തകൾ കണ്ടിട്ടുണ്ട്. എവിടെ വീട്? മലപ്പുറം എവിടെ? ആ ഞാനവിടെ തിരൂർ KSEB-ലൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരൂരല്ല, കുറ്റിപ്പുറം KSEB ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മങ്കട, അത് കഴിഞ്ഞ് റിട്ടയർഡ് ആകിയല്ലേ? ഈ മാസം റിട്ടയർഡ് ആവണം. ഈ മാസം റിട്ടയർഡ് ആവണം. 56 വയസ്സല്ലേ? 56 വയസ്സല്ലേ നമുക്കൊക്കെ കേരളത്തില്? ഇവിടെയൊക്കെ സന്തോഷം. എത്ര 45 വയസ്സാ പറയുള്ളൂ. ചേട്ടന്റെ പേരെന്താണ്? കുമാർജി സുഗുണ ബാബു. എന്തായാലും നമ്മളെ ഒരു സംസാരിച്ച പെട്ടെന്ന് അയ്യോ മലയാളീസാ. അതെ. റുമാനിയ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചത്. റൊമാനിയ അല്ലേ? റൊമാനിയ ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചത്. കാരണം ഞങ്ങള് ഒരു ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ അന്വേഷിച്ചപ്പോ ചെന്ന് പെട്ടത് പുലിമടയിൽ എന്ന് പറഞ്ഞ പോലെ, പുലിമടയിൽ എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരന്റെ മടയിലേക്കാണ് ചെന്നത്. അദ്ദേഹം ക്യാമറ വിൽക്കുന്നു. ഈ പഴയ നോട്ട് എടുത്തു. അപ്പൊ ക്യാമറ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ അറിയാമോ, നിങ്ങൾ അവിടെ 2 റോഡ് ചെറിയ ഇട റോഡ് കഴിഞ്ഞ് ചെല്ലണത് റൊമാനിയ ഹോട്ടലാണ്. നിങ്ങൾ അവിടെ പോയി കേരള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി കേരള ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച്. ഇതുവരെ മഹാരാഷ്ട്ര ഫുഡാണ് കഴിച്ചത്. ഇന്ന് കേരള ഫുഡ് കഴിച്ചത്. എന്താ കഴിച്ചെന്നറിയാമോ? ഈ 2 പൊറോട്ടയും
ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു ചിക്കൻ കറി. അടി ഇത് ഒന്നും പറയണ്ട. അപ്പൊ വളരെ സന്തോഷം ചേട്ടാ കാണാൻ സാധിച്ചത്. KCB സബ്ബഞ്ചറാ ഈ മാസം റിട്ടേൺ ആവും. ഞാൻ ചെന്നിട്ട് വേണം റിട്ടയർമെന്റ് ചടങ്ങൊക്കെ നടത്താൻ. 29-ാം തീയതിയാണ് റിട്ടയർമെന്റ് ചടങ്ങ്. അതെ അതെ അതെ. ഇതിപ്പോ എവിടെ നിന്ന് കളക്ട് ചെയ്താണ്? കൊണ്ടുവന്ന് തരും അല്ലേ? ആ ഓക്കെ ഓക്കെ. 1000 2000 ഓ അതൊക്കെ സംഭവമല്ല, ഭയങ്കര സംഭവമാണ്. ആ നോട്ടുകളൊക്കെ പുതിയ നോട്ട് അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ടല്ല. എത്രയൊക്കെയാണ് അത്? വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കണ്ടതിൽ സന്തോഷം. താങ്ക് യു ചേട്ടാ. ഡബിൾ ഡെക്കർ ബസ്. വാങ്ങിച്ചോ? അയ്യോ ഇപ്പൊ ഞാൻ 2 പൊറോട്ട കഴിച്ചാൽ ഞാനിത് എന്ത് കഴിയും? നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ബീച്ചില് ബസ് പോകണ്ട. ഡബിൾ ഡെക്കർ ബസ്. ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽ. ഇങ്ങനെ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മുംബൈയിലെ ഫേമസ് വടാപാവ് കിട്ടുന്ന സ്ഥലമാണ് ഇത്. അതിൻ്റെ പേര് തന്നെ വടാപാവ് എന്നാണ്. ആ ഷോപ്പിൻ്റെ പേര് തന്നെ വടാപാവ് എന്നാണ്. ഒരുപാട് പേര് വന്ന് വടാപാവ് കഴിക്കുന്നുണ്ട്. ഇത് ഫേമസ് ആണ്. ഞാൻ 2 ദിവസം വടാപാവ് കഴിച്ചു. വടാപാവ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റാണ്. എന്നാൽ 20 രൂപയേ ഉള്ളൂ, കൂടുതൽ പൈസയൊന്നുമില്ല. 20 രൂപക്ക് കിഡലൻ വടാപാവ് കിട്ടുന്ന മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവാജി ടെർമിനൽസിൻ്റെ തൊട്ട് എതിർവശത്താണ് ഈ പറയുന്ന വടാപാവ് കഴിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ ട്രെയിൻ വന്നു കഴിയുമ്പോഴേക്കും ആ ട്രെയിനിൽ നിന്ന് വരുന്ന ആളുകൾ മുഴുവനും ഈ ഭാഗത്തേക്ക് വരും. ഇവിടെ ശക്തമായ രീതിയിൽ ആളുകൾ തടിച്ചു കൂടും. അപ്പോൾ അത്ര ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് വടാപാവ് കഴിക്കാനായിട്ട്. എല്ലാവരും കഴിച്ചിട്ട് പോകണത് കണ്ടില്ലേ? എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി വടാപാവ് കിട്ടിയതിൻ്റെ സന്തോഷം അല്ലേ? അവരുടെ മുഖത്തുണ്ട്, ഹാപ്പിയാണ് അവർ. നമ്മുടെ പിള്ളേര് ചിൽഡ്രൻസ് നമ്മുടെ ഗൈസ് പിപ്പീസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ്. Subscribe his channel. Yes. Subscribe this channel, Pipi's channel. Pipi's Vlogs. Pipi's Vlog channel. Subscribe these guys. Yes. This and Mumbai Beach. Mumbai Beach. Yes, Mumbai Beach. That's a Chopati. Chopati Beach. Chopati Beach. Chopati Beach. Pipi's Vlog. PIPPYS. Double P. PIPI. PI. Thank you. Okay. Bye. Okay, bye. അപ്പോൾ നമുക്കൊരു 2 പേരെ സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. മുംബൈ ബീച്ചിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഒരു രസമല്ലേ? നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ യാത്രയുടെ ഇടയിലാണ് നമുക്ക് ഇതേപോലെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞു നമ്മൾ മുംബൈ ബീച്ചിൽ എത്തി. ശരിക്കും നമ്മൾ എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ച്, കോഴിക്കോട് ബീച്ച്, മുനമ്പം ബീച്ച്,
ഇങ്ങനെയുള്ള ബീച്ചുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ. മുംബൈ ബീച്ചിൽ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. എന്തായാലും ഇവിടുത്തെ വൈബ് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയാണ് വന്നത്. സമയം 6:10, 5:50 പക്ഷെ 5:50 നല്ല ചൂടുണ്ട്. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് ഇപ്പോഴും നിൽക്കുകയാണ്. കണ്ടില്ലേ? പാനിപ്പൂരി കഴിക്കാൻ പോണേ അല്ലേ? മുംബൈ പാനിപ്പൂരി. मुंबई पानीपुरी. मुंबई पानीपुरी. कभी खाए नहीं है ना. മുംബൈ ബീച്ചിൽ നിന്ന് പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ പാനിപ്പൂരി കഴിച്ചാറില്ല. നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ ഞാൻ ഓരോരുത്തർ കണ്ട്, പക്ഷെ ഞാൻ അവിടെ വെച്ച് കഴിച്ചാറില്ല. ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ മുംബൈയിൽ വന്നെന്നുള്ളതാണ്. ഇത് കാർത്തികയുടെ ഫേമസ് ഫുഡാണോ? ഇഷ്ടപ്പെട്ട ഫുഡാണോ? പിന്നെ വെറുതെ കഴിക്കണോ? ഇടയ്ക്ക് കഴിക്കും അല്ലേ? ഇടയ്ക്ക് കഴിക്കും, അത്രയ്ക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാനിപ്പൂരി മുംബൈയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ന് കഴിച്ച ദിവസമാണ്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി പിപ്പീസ് വ്ളോഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി വളരെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് പിപ്പീസ് വ്ളോഗിൻ്റെ ഈ പുതിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ്. നമ്മൾ രാത്രി വന്നത് ഛത്രപതി ശിവാജി ടെർമിനസിൻ്റെ രാത്രി വ്യൂ അല്ലെ രാത്രി കാഴ്ച എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. മനോഹരമായൊരു കാഴ്ചയാണ് ആ ടെർമിനസ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു രസമാണ്. ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന അത്ര മനോഹരമാണ് ഈ ടെർമിനസ്.